അർജുൻ്റെ ട്രക്ക് ഗംഗാവലി നദിയുടെ അടിത്തട്ടിൽ നിന്നും വീണ്ടെടുത്തത് എല്ലാവരും അറിഞ്ഞു കാണും. മനാഫാണ് യഥാർത്ഥ മനുഷ്യൻ. നല്ലത് ചെയ്താൽ ഇന്നത്തെ കാലത്ത് മോശം കേൾക്കേണ്ടി വരും. മനാഫ് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. കുറ്റം പറഞ്ഞവർ ഇനി പുതിയൊരു കാരണം അന്വേഷിച്ച് പോകാതിരുന്നാൽ മതി. എനിക്ക് ട്രക്ക് വേണ്ട, അർജുനെ മതി. ആ ട്രക്ക് അവിടെ ഇട്ടേക്കൂ എന്നാണ് മനാഫ് പറഞ്ഞത്. ട്രക്കിനേക്കാളും അദ്ദേഹം വിലമതിച്ചത് അർജുനെയാണ്. അർജുനെ കാണാതായ 3-ാമത്തെ ദിവസം വേണ്ടപ്പെട്ട അതോറിറ്റി മനാഫിനെ ബന്ധപ്പെട്ടിരുന്നു. വണ്ടി മിസ്സിംഗ് ആണ് എന്ന് എഴുതി തന്നാൽ അതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു തരാം എന്നവർ പറഞ്ഞു. മനാസ് പറഞ്ഞ മറുപടി, ആദ്യം അർജുനെ കണ്ടുപിടിക്കട്ടെ, അർജുനെ കിട്ടിയതിന് ശേഷം മതി എനിക്കിനി ഇൻഷുറൻസ് ഒക്കെ എന്നായിരുന്നു. ഷിരൂരിൽ ഇന്നലെ ആ ട്രക്ക് കണ്ടെടുത്തു. അർജുനെ കണ്ടെത്തിയതിൽ ഏറ്റവും നന്ദി പറയേണ്ടത് ട്രക്ക് ഉടമ മനാഫിനോട് തന്നെയാണ്. പുള്ളിക്കാരൻ തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ പുറകിൽ പ്രയത്നിച്ചുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചത് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. സജീവമായിട്ട് തന്നെ അദ്ദേഹം തെരച്ചിലിൽ പങ്കെടുത്തിരുന്നു. അർജുനെ കിട്ടി എന്നുള്ള വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. മനാഫുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അഭിമുഖങ്ങൾ വന്നിരുന്നു. അർജുനെ കാണാതായ ദിവസം മുതൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നത് മനാഫിന് തന്നെയാണ്. തിരച്ചിൽ തുടങ്ങിയ സമയം മനാഫ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അർജുൻ കരയിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യത, പുഴയിലേക്ക് വീണു കാണില്ല. കാരണം വിളിച്ചപ്പോൾ അർജുൻ്റെ ഫോണ് റിങ് ചെയ്തുകൊണ്ടിരുന്നു, അതുകൊണ്ട് കരയിൽ കാണാനാണ് സാധ്യത എന്ന് വാർത്ത മാധ്യമങ്ങളോട് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീടുള്ള തിരച്ചിലിൽ പുഴയിൽ തന്നെ അർജുനെ കണ്ടു എന്നുള്ള വാർത്തകൾ വന്നു തുടങ്ങിയതോടെ എല്ലാവരും മനാഫിനെ വിമർശിക്കുവാനായിട്ട് തുടങ്ങി. പക്ഷേ മനാഫ് രക്ഷാപ്രവർത്തനങ്ങളിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും ആളുകളുടെ ചൊറിച്ചിലൊട്ട് മാറിയതുമില്ല. അർജുനോടുള്ള ആത്മാർത്ഥത ഒന്നുമല്ല, ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് വരെ ആളുകൾ മനാഫിനെ വിമർശിച്ചു. പക്ഷേ മനാഫിനെ അതൊന്നും ബാധിച്ചേയില്ല. മനാഫിനെ കുറിച്ച് തോന്നിയാസം പറഞ്ഞ് ഒരു വീഡിയോ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. ഈ മനാഫിന്റെ അന്ന് മുതലുള്ള ബേജാറുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? അതായത് കട്ടവന് അതല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചതിന്റെ ഒരു ബേജാറ് നമ്മൾക്ക് എല്ലാവർക്കും അയാളുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനാവും. ഈ ലോറി അവിടെ എത്തിയതിന് എത്തി എന്ന് പറയുന്നു, ഈ ചായക്കടയ്ക്ക് മുന്നിൽ നിർത്തിയിട്ട് ചായ കുടിക്കാൻ പോയി എന്ന് പറയുന്നു. അതിന് പിറകിലെ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയെ കുറിച്ചുള്ള ഒരുപാട് നിഗൂഢതകൾ, ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞ വസ്തുതകൾ പുറത്തു വരുമ്പോൾ, അത് മാധ്യമങ്ങൾ പുറത്തു പറയുമ്പോൾ അതിനെതിരെ തെറി വിളിച്ച് പച്ചത്തെറി വിളിച്ച് അവരവരുടെ സംസ്കാരം കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇനി തപ്പ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് തപ്പടോ തപ്പ് എന്ന് പറഞ്ഞ് തപ്പേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് മനാഫിന്റെ ആവശ്യം മാത്രമായിരുന്നു. വരും നാളുകളിൽ ഈ മനാഫിന്റെ സകല ഉടായ്പകളും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തു വരിക തന്നെ ചെയ്യണം. ഈ അർജുന്റെ കുടുംബത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണോ 2 ദിവസം മൊബൈൽ റിംഗ് ചെയ്തോ എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം. കാരണം അങ്ങനെ 2 ദിവസം മൊബൈൽ റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുൻ ഒരിക്കലും വെള്ളത്തിലോ അതല്ലെങ്കിൽ ഈ മണ്ണിനോ അടിയിലോ പോയിട്ടില്ല, അത് പുറത്ത് തന്നെ ആയിരിക്കും. അതല്ലെങ്കിൽ അർജുന്റെ മൊബൈൽ ഈ 2 ദിവസം ആരാണ് മറ്റാരെങ്കിലും ഉപയോഗിച്ചെന്നുള്ളത് കണ്ടെത്തേണ്ടത് ആരാണ്? എന്ന് പറയുന്ന ഈ ലോറിയുടെ ഉടമയ്ക്കെതിരെ വലിയൊരു കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് കൃത്യമായിട്ട് ഇയാളുടെ വീടും ഇയാളുടെ ഫാക്ടറിയും ഒക്കെ കർണാടക പോലീസ് വന്ന് റെയ്ഡ് നടത്തിയിരുന്നു, പരിശോധിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? കള്ളത്തടി കടത്തി എന്നുള്ള ആ ഒരു സംശയത്തിന്റെ പേരിൽ കൃത്യമായിട്ടും ഇയാളുടെ പല സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തി. മനാഫ് അർജുൻ്റെ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചു. പിന്നെ വായിൽ തോന്നിയതൊക്കെ ആളുകൾ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ട് നടന്നു. അന്ന് ഇത് വിശ്വസിക്കാനും കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അവസാനം അർജുൻ്റെ ട്രക്ക് തിരിച്ചു കിട്ടിയപ്പോൾ മനാഫ് പറഞ്ഞ വാക്കുകളൊന്ന് ശ്രദ്ധിക്കുക. ഇത് എൻ്റെ ഒരു കടമയാണ്, ഞാൻ ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ ജോലിക്കാരന് ഇന്നെ വിശ്വസിച്ചിട്ട് കൊടും കാട്ടിലേക്കൊക്കെ മരം കയറ്റാൻ പോകുന്ന എൻ്റെ ജോലിക്കാരനാണ്. ആ ജോലിക്കാരനോട് ഞാൻ കാണിക്കേണ്ട ഒരു ചെറിയൊരു കടമ ഉണ്ട്. എൻ്റെ വീട് കഞ്ഞി കുടിച്ച് പോകണമെന്ന് ഓനെക്കൊണ്ട. അപ്പം അതായത് ഓനെപ്പോലുള്ള എൻ്റെ കൂടെയുള്ള ജോലിക്കാരാണ് നമ്മളെ വളർത്തുന്നത്. അപ്പം തീർച്ചയായിട്ടും തിരിച്ച് അങ്ങോട്ടും ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇന്നാൽ കഴിയുമെന്നുള്ളൊരു 100% വിശ്വാസമുള്ള ഒരു കാര്യവും അവനെ തേടി പിടിക്കുക എന്നുള്ളത്. പല ടൈമിലും പലരും എന്നെ പിന്നോട്ട് വലിച്ചെങ്കിലും ആരും എൻ്റെ കൂടെ നിന്നിട്ട് പറയണ്ടായിരുന്നു. ആർക്കും കിട്ടൂല എന്ന് തോന്നിയ സമയത്ത് പല ആളുകളും കമന്റ് ചെയ്ത് പ്രാന്തരാണ്. പക്ഷെ എനിക്ക് 100% ഞാൻ ഒന്നും നോക്കാൻ നിന്നില്ല. മനാഫിൻ്റെ അപ്രോച്ച് വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം അർജുനെ പോലെയുള്ള വിശ്വസ്തരായ തൊഴിലാളികളോട് നന്ദിയും കടപ്പാടും ഉള്ളവനാണ്. പകലൊന്നുമില്ലാതെ ട്രക്ക് കിട്ടുന്നത് വരെ അദ്ദേഹം തിരച്ചിലിൽ കൂടെ ഉണ്ടായിരുന്നു. വണ്ടിയുടെ ഇൻഷുറൻസ് കുറച്ച് കിട്ടുമായിരിക്കും അല്ലേ? വണ്ടി ടോട്ടൽ ലോസ് ആണ്. ആ വണ്ടി കാണുമ്പോൾ നമുക്കറിയാം, ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ?
അറിയാം ടോട്ടൽ ലോസ് ആയിരിക്കും എന്നുള്ളത് അറിയാം. അല്ല, ഇൻഷുറൻസ് നമ്മളതിന്റെ കാര്യത്തിൽ ഒരു പ്രയാസം ഇല്ലേനു. നമുക്ക് ഇപ്പൊ വണ്ടി കാണണമെന്ന് ഒരു നിർബന്ധമില്ലാതെ തന്നെ ഇൻഷുർ കിട്ടും. വണ്ടി കളവ് പോയാലേ കിട്ടൂല ഇൻഷുറൻസിന് ഒരു പ്രശ്നമില്ലേനു. നമ്മൾ FIR ഇട്ടുപോയ കേസാണിത്. അപ്പൊ ഈ FIR എങ്ങാനും ക്ലോസ് ചെയ്ത് പോയാൽ നമ്മളോട് ഒരുപാട് സമ്മർദ്ദം ഉണ്ടായിരുന്നു FIR ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങാനും FIR ക്ലോസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ തെരച്ചിൽ തന്നെ നിന്നു പോകും. അപ്പൊ നമ്മൾ അതുകൊണ്ട് മാത്രമാണ് ഈ വണ്ടിന്റെ അടവൊക്കെ അടച്ച് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ FIR ക്ലോസ് ചെയ്യില്ല എന്നുള്ളത്. ഞാൻ കളക്ടറോട് തന്നെ പലവട്ടം പറഞ്ഞിരിക്കുന്നത് FIR ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് നേരിട്ട് എന്നോട് പറഞ്ഞതാണ്. വേണമെങ്കിൽ അതിന്റെ ഡോക്യുമെന്റ്സ് നമ്മൾ റെഡിയാക്കി തരാം, മനാഫിന് പുതിയ വണ്ടി കിട്ടാനുള്ള ഇൻഷുറൻസിന്റെ പണി നമ്മൾ ചെയ്തുതരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഒരു കാര്യം ചെയ്താൽ എനിക്ക് എൻ്റെ അർജുൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നാൽ എനിക്ക് അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്തുനിന്ന് എന്താണ് ഓരോ ഫാമിലിക്ക് ആരെന്ത് കൊടുത്തു കഴിഞ്ഞാലും അതിനൊരു പരിധി ഉണ്ട്. ഏറ്റവും വലിയ പൈസ കിട്ടുക ഇൻഷുറൻസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. ആ തേർഡ് പാർട്ടി ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിനാണ് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. കാരണം ഓൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഓനെ ഇപ്പം മിസ്സിംഗ് ആയിട്ട് അനൗൺസ് ചെയ്യുള്ളൂ. ഓനെ കിട്ടണം എന്നുണ്ടെങ്കിൽ 7 കൊല്ലത്തിന് ശേഷം ഓൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ പോലും എനിക്ക് കഴിയുള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ തന്നെ ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നത്തെ അപ്പോഴത്തെ സാഹചര്യം എന്താന്നുള്ളതും അറിയില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ചെയ്യേണ്ട പണി ഇന്ന് ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് നാളത്തേക്ക് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഡിക്ഷണറിയിലില്ല. ഏതാണ്ട് 72ഓളം ദിവസങ്ങൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അത്രയും കാലം അദ്ദേഹം അർജുനന് വേണ്ടി കാത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഇപ്പോഴും കുറേ കമൻസൊക്കെ വരുന്നുണ്ട്. അത് ഇവിടെ സ്ക്രീൻഷോട്ടിൽ ഷെയർ ചെയ്യാം. ഇതിന്റെ പിന്നിൽ ഒരുപാട് പ്രയാസപ്പെട്ടിട്ട് ഞാൻ പല ആളുകളും പലതും പറഞ്ഞു. വണ്ടി കിട്ടാനാണ്, അർജുന കിട്ടാനല്ല. ആ വണ്ടി ഞാൻ ഇപ്പം പറയുന്നു, ആ വണ്ടി ജസ്റ്റ് പൊന്തിക്കുക, അതിന്ന് ഓനെടുക്കുക, ആ വണ്ടി അവിടെ തന്നെ ഇട്ടേക്ക്. നമുക്ക് ആ വണ്ടി വേണ്ട, ആ മരവും വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് ആ വണ്ടി അവിടുന്ന് പൊന്തിക്കുക, ഓനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ക്യാബിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ ഇറക്കണം എന്നപ്പോ ഒരു ആലോചിക്കുന്നത് ഫയർഫോഴ്സ് ടീം. ഓൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കുക. ആ വണ്ടി നമുക്ക് ഇനി ഒരിക്കലും ആവശ്യമില്ലാത്ത കാര്യമാണ്. ഓനെ മതി. പുള്ളിക്കാരൻ ഇൻഷുറൻസ് കിട്ടാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ കളികളൊക്കെ കളിച്ചത്. വണ്ടി മിസ്സിംഗ് ആണ് എന്ന് എഴുതി കൊടുക്കുകയാണെങ്കിൽ FIR ഒക്കെ ക്ലോസ് ചെയ്ത് പുള്ളിക്കാരന് ഇൻഷുറൻസ് കിട്ടുമായിരുന്നു. പക്ഷേ പുള്ളിക്കാരന് അർജുൻ മരിച്ചെന്ന് ഉറപ്പ് വരുത്തണം. അതിനായിട്ട് അർജുനെ കണ്ടെത്തണം, അല്ലെങ്കിൽ അർജുൻ മിസ്സിംഗ് എന്നേ കാണിക്കുകയുള്ളൂ. അർജുനും ട്രക്കും മിസ്സിംഗ് ആണെന്ന് കാണിച്ചാൽ ഇൻഷുറൻസ് കിട്ടും. പക്ഷേ അർജുൻ്റെ കുടുംബത്തിന് അതിൽ നിന്നും യാതൊന്നും കിട്ടുകയുമില്ല. അതിനു വേണ്ടിയിട്ടാണ് മനാഫ് ഇത്രയൊക്കെ പ്രയത്നിച്ചിട്ട് അർജുൻ മരിച്ചെന്ന് ഉറപ്പ് വരുത്തി അർജുനെ കിട്ടിക്കഴിഞ്ഞാൽ കുടുംബത്തിനും ഇൻഷുറൻസ് കിട്ടുമല്ലോ എന്നൊരു നല്ല ചിന്ത കൊണ്ടാണ് അദ്ദേഹം ഇതിൻ്റെയൊക്കെ പിറകെ ഇത്ര ആത്മാർത്ഥതയോടുകൂടി തന്നെ നടന്നത്. ഇനിയെങ്കിലും ആളുകൾ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഈ മനുഷ്യനെ അദ്ദേഹം ചെയ്ത ത്യാഗത്തെയും അംഗീകരിക്കും എന്ന് കരുതുന്നു. കാരണം സമൂഹത്തിൽ ഇതുപോലുള്ള ധാരാളം നന്മ നിറഞ്ഞ മനുഷ്യർ ജീവിച്ചിരിപ്പുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് മനാഫ് എന്ന ലോറി ഉടമ. അദ്ദേഹം ഷിരൂരിൽ തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചു. ഇതിൻ്റെയൊക്കെ അന്വേഷണങ്ങൾക്കൊക്കെ പിറകെ നടന്നു. കടലിലൊക്കെ പോയി തിരച്ചിൽ നടത്തി ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ഈ അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും കഷ്ടപ്പെട്ടു. ഇതിൻ്റെയൊക്കെ പിറകെ നടന്നു. അവസാനം അദ്ദേഹത്തിൻ്റെ സത്യസന്ധത തെളിയിക്കുക തന്നെ ചെയ്തു. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ടോപ്പിക്സുമായിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. അപ്പോൾ ഈ ഒരു വാർത്ത കണ്ടപ്പോഴേക്കും മനാഫ് എത്ര ദൂരം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് തോന്നിയത് കൊണ്ടും ഈ സംഭവത്തിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതിയാണ് ഈ വീഡിയോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഇതുപോലുള്ള പ്രസക്തമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം.